2025 ഹജ്ജിന്റെ ഓൺലൈൻ അപേക്ഷ അയക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഈ 2025 ഹജ്ജിന്റെ അപേക്ഷകരെ 3 കാറ്റഗറികളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപേക്ഷകർക്ക് 2026 ജാനുവരി 15 വരെ കാലാവധിയുള്ള മെഷീൻ റീഡബിൾ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. അപേക്ഷകരെ 3 പ്രധാനപ്പെട്ട കാറ്റഗറികളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി ജനറൽ കാറ്റഗറി ആണ്. ഈ ജനറൽ കാറ്റഗറിയിൽ കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളുമായ പരമാവധി 5 മുതിർന്ന ആളുകൾക്കും 2 ശിശുക്കൾക്കും ഒരുമിച്ച് പോകുന്നതിന് ഒരു കവറിലായിക്കൊണ്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ ഈ കവറിലെ ലീഡർ പുരുഷനായിരിക്കണം. അതുപോലെ തന്നെ ഈ കവറിൽ ഉൾപ്പെട്ട എല്ലാ അപേക്ഷകരുടെയും പണമിടപാടിന്റെ ചുമതല കവർ ലീഡർക്ക് ആയിരിക്കും. 2023 ജൂലൈ 10 അതിനുശേഷമോ ജനിച്ച ശിശുക്കൾ ആയിരിക്കണം. അടുത്തത് 65+ കാറ്റഗറി, അതായത് 65 വയസ്സ് പൂർത്തിയായിട്ടുള്ള, ജീവിതത്തിൽ ഒരിക്കലും ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം ഹജ്ജ് നിർവഹിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് നിർബന്ധമായും ഒരു സഹായിയോടൊപ്പം അപേക്ഷിക്കാവുന്നതാണ്. ആ സഹായിക്ക് 18-നും 60-നും വയസ്സിന് ഇടയിലായിരിക്കണം പ്രായം. ഇനി ഈ സഹായി ആരൊക്കെ ആയിരിക്കണം എന്ന് നോക്കാം. അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മകൻ അല്ലെങ്കിൽ മകൾ, മക്കളുടെ മക്കൾ, സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, സഹോദര പുത്രൻ അല്ലെങ്കിൽ സഹോദര പുത്രി, മകളുടെ ഭർത്താവ് അല്ലെങ്കിൽ മകന്റെ ഭാര്യ എന്നിവരിൽ ആരെങ്കിലും ആയിരിക്കണം. അതോടൊപ്പം ഈ അപേക്ഷകനും സഹായിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന രേഖ അപ്ലോഡ് ചെയ്യണം. അടുത്ത 3ാമത്തെ കാറ്റഗറി ലേഡീസ് വിത്തൗട്ട് മെഹറം എന്നുള്ള കാറ്റഗറിയാണ്. അതായത് ഹജ്ജിന് പോകുവാൻ പുരുഷ മെഹറമായിട്ട് ആരും ഇല്ലാത്ത സ്ത്രീകൾ, ലേഡീസ് വിത്തൗട്ട് മെഹറം. ഈ കാറ്റഗറി തന്നെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി ലേഡീസ് വിത്തൗട്ട് മെഹറം 65+ കാറ്റഗറി, അതായത് ഹജ്ജിന് പോകുവാൻ പുരുഷ മെഹറമില്ലാത്ത 65 വയസ്സ് പൂർത്തിയായിട്ടുള്ള സ്ത്രീകൾ. അവർക്ക് കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ അല്ലാതെയുള്ള ഒരു സഹായി നിർബന്ധമായിരിക്കണം. 45 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സഹായി ആയിരിക്കണം. അതാണ് ലേഡീസ് വിത്തൗട്ട് മെഹറം 65+ കാറ്റഗറി. ലേഡീസ് വിത്തൗട്ട് മെഹറത്തിലെ 2ാമത്തെ കാറ്റഗറി ലേഡീസ് വിത്തൗട്ട് മെഹറം 45+ കാറ്റഗറി. ഈ കാറ്റഗറിയിൽ 45 വയസ്സ് പൂർത്തിയായ 65 വയസ്സിൽ താഴെയുള്ള ഹജ്ജിന് പോകുവാൻ പുരുഷ മെഹറമായിട്ട് ആരും ഇല്ലാത്ത കുടുംബത്തിലെ അല്ലെങ്കിൽ അടുത്ത കുടുംബത്തിലെ ബന്ധുക്കളായിട്ടുള്ള അല്ലെങ്കിൽ 5 സ്ത്രീകൾ ഒരുമിച്ച് ഒരു കവറിൽ അപേക്ഷിക്കുന്നതാണ് ലേഡീസ് വിത്തൗട്ട് മെഹറം 45+ കാറ്റഗറി. ഇനി ഈ ഹജ്ജിന്റെ അപേക്ഷ ഓൺലൈനായി അയക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെന്റുകൾ, അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമത് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടോട് കൂടിയുള്ളത്. രണ്ടാമത് നേരത്തെ പറഞ്ഞ
പാസ്പോർട്ടിന്റെ ആദ്യത്തെയും അവസാനത്തെയും പേജുകൾ. 3 അഡ്രസ് തെളിയിക്കുന്നതിനുള്ള പ്രൂഫ്. ആധാർ കാർഡ് ആകാം, റേഷൻ കാർഡ് ആകാം, എന്താണോ അത്, വാലിഡ് അഡ്രസ് പ്രൂഫ്. 4 കവർ ഹെഡിന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക്, IFS കോഡുള്ള ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിന്റെ ആ ഫ്രണ്ട് പേജ്. അതല്ല എങ്കിൽ ഈ കവർ ഹെഡിന്റെ ക്യാൻസൽ ചെയ്ത IFS കോഡ് രേഖപ്പെടുത്തിയ ബാങ്ക് ചെക്കിന്റെ കോപ്പി. അതോടൊപ്പം തന്നെ സഹായിയായിട്ടുള്ളവർ സമർപ്പിക്കേണ്ട, ഹജ്ജിന്റെ അപേക്ഷകർ സമർപ്പിക്കേണ്ട സത്യപ്രസ്താവനകൾ. ഇനി എല്ലാ കാറ്റഗറികൾക്കും ബാധകമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് ഹജ്ജിന്റെ അപേക്ഷകരും അവരുടെ സഹായികളും ജീവിതത്തിൽ ഒരിക്കലും ഇതിനു മുൻപ് ഹജ്ജ് നിർവഹിച്ചവർ ആകരുത്. ആയത് സംബന്ധിച്ച നിർദ്ദിഷ്ട മാതൃകയിലുള്ള സത്യപ്രസ്താവന ഹാജരാക്കണം. ഇനി ഹജ്ജ് ചെയ്യാത്ത സഹായികളെ ലഭ്യമല്ലെങ്കിൽ മാത്രം നിർദ്ദിഷ്ട സത്യപ്രസ്താവനയോടൊപ്പം ഹജ്ജ് ചെയ്തിട്ടുള്ള സഹായിയെ അനുവദിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഹായി നിർബന്ധമുള്ള കേസിൽ കാറ്റഗറിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് സഹായി യാത്ര റദ്ദു ചെയ്യുകയാണ് എങ്കിൽ കൂടെയുള്ളവരുടെ യാത്രയും ക്യാൻസലായി പോകുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അപേക്ഷ ഓൺലൈനായി സബ്മിറ്റ് ചെയ്യുമ്പോൾ 3 എംബാർക്കേഷൻ പോയിന്റുകളാണ്. 1 കൊച്ചി നെടുമ്പാശ്ശേരി, 2 കോഴിക്കോട്, 3 കണ്ണൂർ. ഈ 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ സൗകര്യപ്രദമായ മുൻഗണനാക്രമം അനുസരിച്ച് 2 എംബാർക്കേഷൻ പോയിന്റുകൾ നമ്മൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ സെലക്ട് ചെയ്തിരിക്കണം. ഇതിന്റെ ഓൺലൈൻ അപേക്ഷ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ hajjcommittee.gov.in എന്ന വെബ്സൈറ്റിലും കേരള ഹജ്ജ് കമ്മിറ്റിയുടെ കേരള ഹജ്ജ് കമ്മിറ്റി.org എന്ന വെബ്സൈറ്റിലും ഹജ്ജ് കമ്മിറ്റിയുടെ ഹജ്ജ് സുവിധ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഓൺലൈൻ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പ്രിന്റഡ് കോപ്പി എടുത്ത് സൂക്ഷിക്കേണ്ടതും അതിൻ്റെ ഉള്ളടക്കങ്ങൾ സൂക്ഷിക്കേണ്ടതും ഹജ്ജ് കമ്മിറ്റി ആവശ്യപ്പെടുന്ന മുറയ്ക്ക് നേരിട്ടോ അല്ലാതെയോ ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ സമർപ്പിക്കേണ്ടതും ആണ്.